ഭരണിക്കാവ് പ്രദേശം ഉൾപ്പെടെ വരുന്ന ജില്ലയുടെ തെക്കുകിഴക്കൻ മേഖലയിൽ കഞ്ചാവ്, മയക്കുമരുന്ന് എന്നിവയുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമാകുന്നു. പോലീസും എക്സൈസും പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കായംകുളം, വള്ളികുന്നം, ഭരണിക്കാവ്, ഇലിപ്പക്കുളം, കട്ടച്ചിറ, കൃഷ്ണപുരം ഭാഗങ്ങളിൽ മയക്കുമരുന്നുകളുടെ വിൽപ്പന വൻതോതിൽ നടക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം ഇലിപ്പക്കുളം നാമ്പുകുളങ്ങരയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും 10 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. 1,78,750 രൂപയുമായി 4-അംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭരണിക്കാവ്, കട്ടച്ചിറ യൂസഫ് മൻസിലിൽ യൂസഫ്, കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് നല്ലേത്ത് പുത്തൻപുരയിൽ റിയാസ് ഖാൻ, ഭരണിക്കാവ് കട്ടച്ചിറ വിവി ഭവനത്തിൽ വിനീത്, കറ്റാനം ഇലിപ്പക്കുളം കല്ലേത്ത് വീട്ടിൽ മുഹമ്മദ് അമീൻ എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഇതിൽ 2-ാം പ്രതിയായ റിയാസ് ഖാന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ തിങ്കളാഴ്ച 3.5 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിരുന്നു. പോലീസിനെ കണ്ട് കഞ്ചാവ് എടുത്തെറിഞ്ഞ ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നാമ്പുകുളങ്ങര കുരിശുമൂട് ജംഗ്ഷൻ സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്നും കഞ്ചാവും പണവും കണ്ടെടുത്തത്. ജില്ലയുടെ തെക്കൻ മേഖലകളിൽ കഞ്ചാവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് ചാക്ക് കണക്കിന് കഞ്ചാവ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനകൾ നടക്കാറുണ്ടെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വേരുകൾ കണ്ടെത്തുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. അതേസമയം ഇലിപ്പക്കുളത്ത് നാമ്പുകുളങ്ങരയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 10 കിലോഗ്രാം കഞ്ചാവും 1.5 ലക്ഷത്തിലധികം രൂപയും കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പ്രതികൾ പിടിയിലാകാനുള്ള സാഹചര്യം തള്ളിക്കളയാനാകില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. CDNet ന്യൂസ്, കായംകുളം.